ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ വിദേശ നിക്ഷേപങ്ങളിലേക്കും ഇഡി അന്വേഷണം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അനുബന്ധ സ്ഥാപനം ദുബായിലും രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇഡി. ഹൈറിച്ച് മറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കടലാസ് കമ്പനികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹൈറിച്ച് MD KD പ്രതാപനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ സമാഹരിച്ച 1157 കോടി രൂപയിൽ 1000 കോടിയോളം രൂപയും അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തും പല മാർഗങ്ങളിലുള്ള നിക്ഷേപമാക്കി മാറ്റിയതായാണ് വിവരം. ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അനുബന്ധ സ്ഥാപനം ദുബായിലുമുള്ളതായി ഇഡി കണ്ടെത്തിയത്. വിദേശത്തുള്ള ഹൈറിച്ച് കമ്പനികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച ഇഡി കടലാസ് കമ്പനികളുടെയും ഇതിലെ നിക്ഷേപങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. HRC ക്രിപ്റ്റോ കോയിൻ ഇടപാട് വഴി 1138 കോടി രൂപ സമാഹരിച്ചിരുന്നു. നിലവിൽ കള്ളപ്പണ ഇടപാടുകളാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും വിദേശ നിക്ഷേപങ്ങളും വിദേശത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ വിവരങ്ങളും പുറത്തുവരുമ്പോൾ വിദേശ നാണ്യവിനിമയ ചട്ടലംഘന കേസ് കൂടി ഇഡി രജിസ്റ്റർ ചെയ്യും. തമിഴ്നാട്ടിലും കർണാടകയിലും പ്രതികൾ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ നടത്തിയതെന്നും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതെന്നുമാണ് കണ്ടെത്തേണ്ടത്. പ്രതികളുടെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. കേസിൽ ഹൈറിച്ച് MD പ്രതാപനെയും ഭാര്യ ശ്രീനിയെയും നിരവധി തവണ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതാപനോട് ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനം, കൊച്ചി.